ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ സലാലയ്ക്ക് ട്രിപ്പ് പോവാണ് കേട്ടോ. ഇന്ന് റോഡ് ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഒമാനിലാണ് സലാല എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം, അതായത് ദുബായിൽ നിന്ന് ഏകദേശം ഇവിടേക്കുള്ള ടൈം എന്ന് പറയുന്നത് 14.5 മണിക്കൂറാണ് കേട്ടോ ബൈ റോഡ്. ഒരു വർഷം മുന്നേ ആണ് ഞങ്ങൾ ഇതേപോലെ സലാലയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അതും റോഡ് ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യത്തെ ട്രിപ്പ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്ര വലിയ പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അധികം സാധനങ്ങൾ പോലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മൾ മസ്കറ്റ് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നാണ് പ്ലാൻ ചേഞ്ച് ആയിട്ട് സലാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. മസ്കറ്റിലേക്ക് ഓൾമോസ്റ്റ് 5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ദുബായിൽ നിന്ന്. ഭയങ്കര ഈസിയാണ് പോയി വരാനായിട്ട്. പക്ഷെ സലാലയ്ക്ക് കുറച്ച് അധികം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രിപ്പറേഷൻസ് ഒക്കെ വേണം കേട്ടോ. പിന്നെ നിങ്ങൾ സലാലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഒമാനിലേക്ക് നിങ്ങളൊരു റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടാവേണ്ടത് നിങ്ങളെ വണ്ടിക്കുള്ള ഓറഞ്ച് കാർഡാണ് കേട്ടോ. RTൻ്റെ ഏതെങ്കിലും ബ്രാഞ്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് മോർഗേജിലുള്ള വണ്ടികൾക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് പറ്റും കേട്ടോ. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ പഴയ കാർ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ പഴയ കാർ വന്നിട്ട് മോർഗേജിലായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അത് പോസിബിൾ ആണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ആരുടെ പേരിലാണോ കാറ് ആ വ്യക്തി എന്തായാലും കാറിലുണ്ടാവണം കേട്ടോ. അതായത് ഇപ്പോൾ മുൽക്കി ആരുടെ പേരിലാണോ ആ വ്യക്തി എന്തായാലും കാറിലുണ്ടാവണം. അതെന്തായാലും അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളതൊക്കെ ബോർഡറിൽ നിന്ന് തന്നെ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുൽക്കിയിലെ പേരും അതേപോലെ കാറിൽ ആ വ്യക്തി ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസയും അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിസ ഓൺലൈനായിട്ട് എടുക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വിസ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്കും കൂടി താഴെ തന്നെ കൊടുക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വിസ നമുക്ക് കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് വിസ കിട്ടാനായിട്ട് 1 മണിക്കൂർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ വിസ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ രാത്രിയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി ആണെങ്കിൽ അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു വിസ ചിലപ്പോൾ റിജക്റ്റ് ആയി പോകുമോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ തന്നെ വിസ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മന്ത് വിസയ്ക്ക് ആവുന്നത് 5 ഒമാനി റിയാലാണ് കേട്ടോ. അതായത് ഓൾമോസ്റ്റ് ഒരു 48 ദിറംസ് ആണ് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഒമാനിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫുഡ് എന്തെങ്കിലും നിങ്ങളെ കയ്യിൽ കരുതിയിട്ട് വേണം ഈ ഒരു റോഡ് ട്രിപ്പ് പോകാനായിട്ട്. കാരണം ചില സമയത്ത് 300-400 കിലോമീറ്ററൊക്കെ സ്ട്രെയിറ്റ് റോഡായിരിക്കും, ചുറ്റിനും ഒന്നും കാണാണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പോർട്ടബിൾ ആയിട്ടുള്ള കുക്കറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് കുറേ സമയത്തേക്ക് അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ അങ്ങനെ ഹോട്ടൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈവൻ പെട്രോൾ പമ്പ് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ രാവിലത്തെയും ഉച്ചത്തെയും ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. അധികം ടൈമും വേസ്റ്റ് ആയില്ല. ഞങ്ങൾ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇവിടെ എവിടെ വേണമെങ്കിൽ നിർത്താം. കാരണം പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഡെസേർട്ടിലേക്ക് കുറച്ച് ഇറക്കി നിർത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ റോഡ്സ് ആണ് കേട്ടോ കംപ്ലീറ്റ്ലി. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പാർക്കിംഗ് ചെയ്യണം എന്നുള്ള ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 14.5 മണിക്കൂറാണ്. പിന്നെ നമ്മളവിടെ എത്താൻ ഏകദേശം 16-17 മണിക്കൂറായി. ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബ്രേക്ക് ഇട്ട് സ്റ്റോപ്പ് ചെയ്തൊക്കെയാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു കേട്ടോ. ഉറക്കം തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം രാത്രി 12 മണിക്കാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ കാറിൽ തന്നെയുള്ള ഒരു 3 മണിക്കൂറത്തെ ഉറക്കം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി ഫ്രഷ് ആവാനൊന്നും നിന്നില്ല. നേരെ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ദിവസം ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഞങ്ങൾ വാദികൾ തപ്പിപ്പോയി എന്നുള്ളതാണ് കേട്ടോ. കാരണം ഈ ഒരു ടൈം ഇവിടെ വെള്ളം ഉണ്ടാവില്ല. അതായത് ജനുവരി മന്തിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഞങ്ങളത് അത്ര അവെയർ ആയിരുന്നില്ല. നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു വാദികളൊക്കെ ഫുൾ വെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു. വാദികൾ തെരഞ്ഞു പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നത് കേട്ടോ. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എന്തായാലും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ
ഞങ്ങൾ ഒരു വാദികൾ പോലും തിരഞ്ഞു പോവില്ല. ഞങ്ങൾക്ക് കാണാനുള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ പോകാമെന്ന്. ഫസ്റ്റ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് എയിൻ ഓട്ടം വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ വെള്ളം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ കൂടിയിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം. ഏകദേശം 500 മീറ്ററോളം ഓഫ് റോഡിങ് ആണ് കേട്ടോ. അതായത് ഫുള്ള് കല്ലുകളായിരിക്കും, അതിനിടയിൽ കൂടെ വേണം നമ്മൾ വരാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 4x4 വണ്ടിയായിട്ട് വരാണെങ്കിൽ മാത്രം ഇവിടേക്ക് വരാനായിട്ട് പ്രിഫർ ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ മറ്റേ വണ്ടികളൊക്കെ സ്റ്റക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഞാനിവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ വെള്ളച്ചാട്ടം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇവിടുത്തെ ഈ ഒരു റോക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ പെയിന്റ് അടിച്ച പോലത്തെ ഒരു ഫീല്. ശരിക്കും ഖരീഫ് സീസണിൽ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നിറയെ വെള്ളമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നടക്കാനുള്ള ഓപ്ഷനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ട് എല്ലാവരും വന്നിട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഖരീഫ് സീസണിൽ ഇവിടെയൊക്കെ നിറയെ വെള്ളമായിട്ട് നല്ല പച്ചപ്പിലൊക്കെ ആയിരിക്കും ഉണ്ടാവാം. ഇത് നിങ്ങൾ ഡ്രൈ സീസൺ, അതായത് ജനുവരി, ഫെബ്, മാർച്ച്, ഏപ്രിൽ വരെയൊക്കെ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു വൈറ്റ് കളറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ സത്ത് കൂടുതലുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയില്ല, ബട്ട് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ ഇങ്ങനെ ക്യാമൽസിനെയൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ വെള്ളമൊന്നുമില്ല, അവിടേക്ക് പോയിട്ട് അങ്ങനെ കാര്യമില്ല എന്ന്. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ കല്ല് ഞാൻ ജസ്റ്റ് വെറുതെ ഉരച്ച് നോക്കിയപ്പോഴത്തേക്കും ആ ഒരു വൈറ്റ് കളർ ഒട്ടും പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ കയ്യിലൊക്കെ ആ ഒരു വൈറ്റ് പൊടി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ റോഡൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും നിങ്ങൾ 4x4 വണ്ടികളായിട്ട് വരികയാണെങ്കിലാണ് കുറേ സ്ഥലങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇതാ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അബാൻഡൻ ഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനൊരു ട്വിസ്റ്റ് ഉണ്ടായി, അത് ഞാൻ ലാസ്റ്റ് പറയാം എന്താ ട്വിസ്റ്റ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അബാൻഡൻ ഷിപ്പിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കൊരു അടിപൊളി ഒരു സീനിക് ആയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് എനിക്ക് ആ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യൂ എന്ന് തന്നെ പറയാം. അത്രയും സൂപ്പറായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഇതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് നമ്മൾ അത്യാവശ്യം നല്ലോണം ട്രാവൽ ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഈ വ്യൂ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മനസ്സ് നന്നായിട്ട് നിറഞ്ഞു കേട്ടോ. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടേക്ക് കുറേ അധികം ട്രാവലേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജീപ്പ് പോലത്തെ വണ്ടിയിൽ, ഒരേപോലത്തെ വണ്ടിയിൽ എനിക്കൊന്ന് പാക്കേജ് എടുത്ത് വന്ന ആൾക്കാരാണ്. അവരിങ്ങനെ വരുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഒരേപോലത്തെ ജീപ്പിൽ ഒരു 5 ജീപ്പ് വരികയാണെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട്. അവർ പക്ഷേ കണ്ടിട്ട് അപ്പം തന്നെ ഇറങ്ങിപ്പോയിട്ടോ. നമ്മൾ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് ഇവിടുന്ന് കഴിച്ചു കേട്ടോ. നമ്മളൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡ് അവിടുന്ന് കുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ എവിടെയാണ് എത്തിപ്പെടാന്ന് അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഒമാനത്തെ ഫുഡൊന്നും ഒട്ടും നല്ലതല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പറ്റുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം, അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് അബാൻഡൻ ഷിപ്പ് തിരഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഒരു രീതിയിലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ആ റൂട്ട് കറക്റ്റായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കറങ്ങി തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. നെക്സ്റ്റ് സലാലയിലെ ഫേമസ് ആയിട്ടുള്ള കോക്കനട്ട് മാർക്കറ്റിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കോക്കനട്ട് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഷോപ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആയിട്ടുള്ളൊരു വലിയ മാർക്കറ്റ് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിറയെ അടുത്തടുത്തായിട്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നാൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ഒരു ടെൻഡർ കോക്കനട്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ പ്രത്യേകിച്ചും ഇത് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു ടെൻഡർ കോക്കനട്ട് കഴിച്ചിട്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിൽ തന്നെക്കാട്ടിൽ ശരിക്കും പറഞ്ഞാൽ മധുരമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് നേരെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവരുടെ ഈ ഒരു ഫാമും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഉള്ളിൽ പോയി കണ്ടോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ അവർ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ പൾപ്പൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെ എല്ലാം മലയാളീസ് തന്നെയാണ് കേട്ടോ ഉള്ളത്.
പിന്നെ കുറേ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിൽ പോലും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും അധികം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് നേരം പോയി അങ്ങനെ അവിടുന്ന് അവരുടെ ഫാമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന ടൈം വളരെ നല്ല ടൈമായിരുന്നു. ജനുവരിയിലൊക്കെ ഇവിടെ നല്ല തണുപ്പായി, രാവിലെയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ ടയേർഡായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ചൂടുള്ള സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുക. ഈ ഒരു ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഗുണം കേട്ടോ. ജൻ ഫെബ് മാർച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയ ടയേർഡായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ദുബായിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോക്കനട്ട് മാർക്കറ്റ് ഭയങ്കര അത്ഭുതമായിരിക്കും കേട്ടോ. നമ്മളെ നാട്ടിലെത്തിയൊരു ഫീലാണ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടുക. അങ്ങനെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ പോയൊരു ഫീല് കിട്ടും. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഏകദേശം 4 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജബൽ സംഹാനിലുള്ള ഈ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് പൊസിഷനിലുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇത് കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കമൊക്കെ മാറ്റി വെച്ച് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ ഇത്ര നേരത്തെ ഞങ്ങൾ എവിടെ ട്രിപ്പ് പോയാലും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. വളരെ പതുക്കെ റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ട്രിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തന്നെ ഇറങ്ങാറുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം എന്തായാലും കണ്ടിരിക്കണം എന്നുള്ളത് കുറച്ചധികം ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് ഭയങ്കര പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കാറിൽ കിടന്നുറങ്ങി, ഒരു 10 മിനിറ്റൊക്കെ കിടന്നുറങ്ങി. എന്നിട്ടാണ് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി നമ്മളിതാ ഒരു വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം തന്നെ വന്ന് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തലേ ദിവസം തന്നെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് പിറ്റേന്ന് രാവിലെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നല്ല തണുപ്പായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഉണ്ടായത്, അർജുന് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജു പുതപ്പൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത്രയും തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ അധികം പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാണ്ടാണ് രാവിലെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ ജാക്കറ്റ്സ് ഒന്നും ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ ചുള്ളിക്കമ്പുകളൊക്കെ കൊണ്ടുവന്ന് കത്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതങ്ങനെ അങ്ങ് കത്തി പിടിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല തണുപ്പും കാറ്റൊക്കെ ആയിരുന്നേ. പിന്നെ അത്യാവശ്യം കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗോൾഡൻ ലൈറ്റൊക്കെ വന്ന് ഭയങ്കര ഒരു പീസ്ഫുൾ ആൻഡ് റിലാക്സിങ് ആയിരുന്നേ. അവിടുന്ന് നേരെ നമ്മൾ സിംഗ് ഹോള് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സിംഗ് ഹോള് നമ്മൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ജബൽ സംഹാനിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെയാണ് ഈ സിംഗ് ഹോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനായിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ സിംഗ് ഹോൾ കാണാൻ വേണ്ടി പറ്റുക. പിന്നെ ഈ ഒരു സിംഗ് ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ പച്ചപ്പുള്ള സമയത്ത് കാണുമ്പോൾ വേറെ തന്നെ ഒരു ലുക്കും, നമ്മൾ ഈ ഒരു സമയത്ത് അതായത് ഡ്രൈ ആയിട്ടുള്ള സമയത്ത് കാണുമ്പോൾ വേറൊരു ഫീലുമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇവിടെ വരാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഖരീഫ് സീസണാണ്. ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ, അതായത് മഴ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് എല്ലാവരും ഇവിടെ വരാൻ വേണ്ടി പ്രിഫർ ചെയ്യുക. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഖരീഫ് സീസണിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ഡബിൾ ആവുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാൻ പറ്റുന്നതാണ്. ഖരീഫ് സീസൺ ആകുമ്പോഴത്തേക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര പച്ചപ്പായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് സ്ട്രോങ് ആണോ എന്നുള്ളത് നോക്കുകയാണ് കേട്ടോ. എനിക്ക് ചെറിയ സംശയം, അത് കണ്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ആൾക്കാരെ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് കാണാൻ പറ്റിയ ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടൈം വന്നത്. കാരണം അത്യാവശ്യം തണുപ്പുണ്ട്, നമുക്കിങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് അധികം റഷ് ഒന്നും ഇല്ലാണ്ട് കാണാനും പറ്റും സ്ഥലങ്ങളൊക്കെ. ഐറൂന് നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കിച്ചുവിൻ്റെ ഒരു കോട്ടല്ല ഒരു ജാക്കറ്റ് എടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അവൾക്ക്. അങ്ങനെ കുറച്ച് നേരം അവിടെയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ സിംഗ് ഹോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നിറയെ കാടൊക്കെ പിടിച്ചിരിക്കുകയാണ്.
കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നാച്ചുറൽ പൂൾ. കാരണം കഴിഞ്ഞ തവണ അത്ര വെള്ളം ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര അത്ഭുതകരമായിട്ട് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചു എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, സ്പെയർ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചാടി കുളിക്കായിരുന്നു എന്നൊക്കെ ഉള്ളത് ചിന്തിച്ചു കേട്ടോ. കാരണം അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഇറങ്ങാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വരും. അത്രയും ക്ലിയർ ആയിട്ടുള്ള അടി വരെ കാണാൻ പറ്റുന്ന വെള്ളമായിരുന്നു. പക്ഷെ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സ്വിമ്മിങ് പ്രൊഹിബിറ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വല്ല ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, സ്വിമ്മിങ് പ്രോഹിബിറ്റഡ് എന്ന് എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. മേ ബി ഇവിടെ കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹോൾസൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാ സ്ഥലത്തും സ്വിമ്മിങ് പ്രോഹിബിറ്റഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അറിയുന്ന ആൾക്കാരൊക്കെ ഇറങ്ങുന്ന പോലെയല്ലല്ലോ, നമ്മൾ പുതിയ ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതിൽ ഇറങ്ങിയാന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റിസ്ക് വെറുതെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വാദി ദർബാദിലേക്കാണ് കേട്ടോ. വാദി ദർബാദ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ മസ്റ്റായിട്ടും എല്ലാവരും വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. വാദി ദർബാദിൽ ഇപ്രാവശ്യം ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴൊക്കെ ഭയങ്കര വെള്ളം കുറവായിരുന്നു കേട്ടോ. മാർച്ചിൽ വന്ന ടൈമിൽ കുറച്ചും കൂടി വെള്ളം കുറവായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പുതിയതായിട്ട് ഇവിടെ ഹട്ട് ഹൗസൊക്കെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ഖരീഫ് സീസണിലേക്ക് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വ്യൂ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, നമ്മൾ ക്യാമറയിൽ എത്ര ഭംഗിയായിട്ട് പകർത്തിയാലും അതത്ര രസമായിട്ട് വരില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അതിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും. കുറേ ഒട്ടകങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. ശരിക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം, നമുക്ക് താഴത്ത് വരെ കാണാൻ പറ്റുന്ന പോലത്തെ വെള്ളമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക കളറുണ്ട് കേട്ടോ ഈ വെള്ളത്തിന്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തണലായിട്ടുള്ളൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. എനിക്ക് ഒമാൻ ജനറലി തോന്നിയിട്ടുള്ളത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഭയങ്കര ശാന്ത സ്വരൂപരാണ്. ലൈക്ക് അങ്ങനെ ഭയങ്കര ഒരു ധൃതിയില്ലാത്ത, ഭയങ്കര പീസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന, ഭയങ്കര ഒരു സ്മൈലിങ് ഫേസോട് കൂടി ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാരായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒമാനിലെ ആൾക്കാരെ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഷാദ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടി പറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകാശത്തിനെ ഭയങ്കര അടുത്ത് നിന്ന് കാണുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും ആകാശവും കടലും എല്ലാം ഒരു ലൈനിൽ നമുക്ക് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. കുറച്ച് നേരം അവിടേക്ക് നിന്നു. നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ റിലാക്സ് ആവുന്നത് നമ്മളെ മൈൻഡായിരിക്കും കേട്ടോ. എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും. പിന്നെ നമ്മൾ ആ ഒരു നേച്ചറിനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും കേട്ടോ. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു കേവിൻ്റെ അടിയിൽ കൂടെ കുനിഞ്ഞ് പോകണം കേട്ടോ. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഭയങ്കര സ്ലിപ്പറി ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പം താഴത്ത് വീണു നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെരുപ്പൊക്കെ കൈ പിടിച്ചിട്ട് വേണം നമ്മളിങ്ങനെ നിരങ്ങി വേണം താഴേക്ക് പോകാനായിട്ട്. അത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ ഒരു പാറ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന് നടുക്ക് കൂടെ നമ്മൾ പോകുന്നൊരു ഫീലായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മർനീഫ് കേവിലേക്കാണ് കേട്ടോ. മുഗസിൽ ബീച്ചും ഇവിടെ തന്നെയാണ് വരുന്നത്. അതെല്ലാം അടുത്തടുത്താണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബ്ലോ ഹോളും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ മർനീഫ് കേവിലേക്ക് പോകേണ്ടത്. കേവിനെക്കാട്ടിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആ ഒരു ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ബ്ലോ ഹോൾ ഇപ്പോൾ വന്നിട്ട് വലിയ കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ആ ബ്ലൂ ഹോളിൽ കൂടെ വെള്ളം വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഖരീഫ് സീസണിൽ കുറച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും, അതായത് വേവ്സിൻ്റെ ശക്തി പോലെ ആയിരിക്കും ആ ബ്ലൂ ഹോളിൽ കൂടെ വെള്ളം പുറത്തേക്ക് വരുന്നത്. ഇവിടെയും പുതിയ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കഫേയൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഡെവലപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ അവിടേക്ക് നടന്നു പോയപ്പോഴാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2-3 സ്ഥലത്ത് മാത്രമാണ് ഇവിടെ തിരക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലൊരു സ്ഥലം ഇതായിരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ, കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഇവിടെ പ്രോഹിബിറ്റഡ് ആണെന്ന് അവിടെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്കാർ അവിടെ നിന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേര് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ ഒക്കെ നോക്കി നിന്നു. അപ്പോൾ ഈ ഒരു വ്യൂ കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്ന സ്ഥലം. അതോടുകൂടി നമ്മൾ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ പോയ സ്ഥലത്തിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ടാറ്റാ.